അപ്പം നമുക്ക് ക്രോഷേ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ പാഠമായിട്ട് എങ്ങനെ നമുക്ക് നോട്ടിടാം എന്നുള്ളത് പഠിക്കാം. ഇപ്പം നോട്ടിടാനായിട്ട് നമ്മൾ ഒരു ത്രെഡ് വേണം. ഈ ത്രെഡ് എടുത്തിട്ട് ആദ്യമായിട്ട് നമ്മൾ ഒരു വിരലിൽ ഒരു ക്രോസ് മാർക്ക് പോലെ നമ്മൾ കയ്യിലൊന്ന് ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തിട്ട് കയ്യിൽ നിന്ന് അതങ്ങ് റിലീസ് ചെയ്യുക. അപ്പം ആ നീണ്ടു കിടക്കുന്ന യാണിൻ്റെ യാണ് നമ്മൾ അകത്തൂടെ വലിച്ച് പുറത്തേക്ക് എടുക്കുമ്പം അവിടെ ഒരു നോട്ട് ക്രിയേറ്റ് ആകും. നമ്മളെപ്പോഴും ഓർക്കുക, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നോട്ട് ഇങ്ങനെ വലിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് അത് തന്നെ ആ നോട്ട് ഇല്ലാതായി പോകും. അങ്ങനെ സിമ്പിളായിട്ടുള്ള നോട്ടാണ് നമ്മൾ ഇടുന്നത്. ഒന്നുകൂടെ കാണിച്ചു തരാം. വിരലിലേക്ക് ചുറ്റുക, ചുറ്റിക്കഴിഞ്ഞിട്ട് അത് കയ്യിൽ നിന്ന് പയ്യെ വിരലിൽ നിന്ന് റിലീസ് ചെയ്യുക. ഒരു കൈ കൊണ്ട് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ആ യാണ് ആ ത്രെഡിൻ്റെ അറ്റം വലിച്ചെടുത്തിട്ട് അകത്തുകൂടി ആ ഹോളിനകത്തുകൂടി എടുത്ത് പുറത്തേക്ക് എടുക്കുക. എടുത്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു നോട്ട് ക്രിയേറ്റായി. അത് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ പോകുന്ന ടൈപ്പാണ്. ഇനി രണ്ടാമതൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ഫിംഗർ എടുക്കുക. എടുത്തിട്ട് ഒരു ചുറ്റി ചുറ്റുക, അടുത്ത ചുറ്റ് മുമ്പത്തെ പോലെ തന്നെ ക്രോസ് ആയിട്ട് ഒരു എക്സ് ഫോമിലേക്ക് എടുക്കുക. ഒരു എക്സ് ഫോമിലേക്ക് 2 കൈയിലും കൂടെ ചുറ്റിയെടുക്കുക. എടുത്തിട്ട് ഈ ക്രോസ് ആയിട്ട് ചുറ്റിയെടുത്ത ആ ത്രെഡ് ആദ്യം ചുറ്റിയ ത്രെഡിൻ്റെ അടിയിൽ കൂടി വലിച്ചെടുക്കുക. അപ്പോൾ അവിടെ ഒരു നോട്ട് ഫോം ചെയ്യും. ആ നോട്ട് ഫോം ചെയ്യുമ്പോൾ മുമ്പത്തെ അതേ നോട്ട് തന്നെയാണ് വരുന്നത്. ഓപ്പൺ ചെയ്യുമ്പം ആ നോട്ട് ഓപ്പൺ ആയി പോകും പെട്ടെന്ന് തന്നെ. വീണ്ടും ഒന്നുകൂടെ കാണിച്ചു തരാം. ഒരു ത്രെഡ് എടുക്കുക, ഒരു വിരലിലേക്ക് ആദ്യം ചുറ്റുക, ക്രോസ് ഫോമിൽ ഒന്നുകൂടെ ചുറ്റുക. എന്നിട്ട് ആ മുകളിൽക്കൂടെ പോകുന്ന ത്രെഡ് ആദ്യം ചുറ്റിയ ത്രെഡിനകത്തുകൂടെ വലിച്ച് പുറത്തേക്ക് എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ പോലെ സിമ്പിളായിട്ടുള്ളൊരു നോട്ട് ഫോം ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ക്രോഷയ്ക്കകത്തോട്ട് കയറ്റി കഴിഞ്ഞിട്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ മുറുകും.